ചേ, മാഷിത് എവിടെ പോയി കിടക്കുക? ഞാൻ മാഷിനെയും തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് രാവിലെ ആയതുകൊണ്ട് ക്ലാസ്സിലും ഉണ്ടാകില്ല. നോക്കി നോക്കി ലൈബ്രറിയിൽ അവസാനം എത്തി. ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഇരിക്കുന്നു എൻ്റെ മാഷ്. ദുഷ്ടൻ എന്നെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ പുസ്തകം വായനയാണ്. ശരിയാക്കി തരാം. ഞാൻ പതിയെ ശബ്ദം ഉണ്ടാക്കാതെ അകത്തേക്ക് കയറി. മാഷി തിരിഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വരുന്നത് അറിഞ്ഞില്ല. ഞാൻ മാഷിൻ്റെ തൊട്ടുപിറകിൽ പോയിന്ന് കൊഞ്ഞനും കുത്താനും ഇടിക്കുന്ന പോലെയും അടിക്കുന്ന പോലെയും ഒക്കെ കാണിക്കാൻ തുടങ്ങി. കിട്ടിയ അവസരമല്ലേ. ഞാൻ പതിയെ കുനിഞ്ഞ് മാഷിൻ്റെ ചെവിയുടെ അടുത്തേക്ക് മുഖമടുപ്പിച്ച് ഒച്ചയിടാൻ തുടങ്ങിയതും പെട്ടെന്ന് മാഷി തിരിഞ്ഞ് എൻ്റെ കൈ പിടിച്ച് ഒരൊറ്റ വലിയായിരുന്നു. ഞാൻ മാഷിൻ്റെ മടിയിലേക്ക് പോയി വീണു. പെട്ടെന്നായതുകൊണ്ട് ഞാൻ ഞെട്ടി മാഷിൻ്റെ മുഖത്തേക്ക് നോക്കി. മാഷി ചുണ്ടിലൊളിപ്പിച്ച ചിരിയുമായി എന്നെ തന്നെ നോക്കിയിരിക്കുകയാണ്. മാഷിൻ്റെ മടിയിലാണ് എൻ്റെ കിടത്തമെന്നറിഞ്ഞതും ഞാൻ ഞെട്ടി എണീക്കാൻ തുടങ്ങി. പക്ഷേ മാഷ് എന്നെ അതിന് സമ്മതിക്കാതെ എൻ്റെ അരയിലൂടെ കൈയിട്ട് മുറുക്കി. മാഷേ, വീട് ആരെങ്കിലും വരും ആണോ? അതൊക്കെ എൻ്റെ പെല്ലിൽ നിന്ന് കോക്കറി കാണിക്കുമ്പോൾ ആലോചിക്കാനായിരുന്നു. ഞാൻ പകച്ചു പണ്ടാരടങ്ങി മാഷിനെ നോക്കി. അല്ല, അതെങ്ങനെ കണ്ടു? അങ്ങോട്ട് നോക്കടി ഗുണ്ടുമുളകെ. മാഷിൻ്റെ തല തിരിപ്പിച്ചു. അവിടെ നോക്കിയപ്പോൾ ഞങ്ങളുടെ നേരെ കിടക്കുന്ന ഗ്ലാസ് ഷെൽഫിൽ എൻ്റെയും മാഷിൻ്റെയും മുഖം നല്ല ക്ലിയർ ആയിട്ട് കാണാം. ഞാൻ മാഷിനെ നോക്കി ഒന്ന് ഇടിച്ചു കൊടുത്തു. അയ്യ, എന്താ ഇളി ഈ ചേറി. മാഷൊരു വശ്യമായ ചിരിയാലെ എന്നെ നോക്കിയതും എൻ്റെ മുഖത്തെ ചിരി പതിയെ മാഞ്ഞു. ഞാൻ ഉമിനീരിറക്കി മാഷിനെ നോക്കി. ആ നോട്ടത്തിൽ ഞാൻ അലിഞ്ഞില്ലാതാകുന്ന പോലെ തോന്നി എനിക്ക്. മാഷിൻ്റെ കൈ ധാവണിയുടെ മറ നീക്കി എൻ്റെ നഗ്നമായ വയറിൽ അമർന്നു. ഞാൻ ശ്വാസം നീട്ടിയെടുത്ത് ഉയർന്നു പൊന്തി. ഹൃദയമെടുത്ത് വല്ലാതെ ഉയർന്നു. മാഷിൻ്റെ മുഖം എന്നിലേക്ക് അടുത്തു വന്നത് ഒരു വെപ്രാളത്തോടെ ഞാൻ കണ്ടു. മാഷേ, ഇടറിയ ശബ്ദത്തോടെ ഞാൻ വിളിച്ചതും മാഷൊരു ചിരിയോടെ എൻ്റെ വയറിൽ അമർന്ന കൈമാറ്റി നിവർന്നിരുന്നു. പക്ഷേ അപ്പോഴും എന്നെ എണീക്കാൻ അനുവദിച്ചില്ല. ദേവിക്കുട്ടി ഇങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ സത്യത്തിൽ എൻ്റെ മൈൻഡ് തന്നെ മാറിപ്പോവാ. വേറെ എന്തൊക്കെയോ ഒരു ഫീലിങ്സ്. ഞാൻ അവളിലെ പിടി ഒന്നയച്ചെങ്കിലും വിട്ടില്ല. അല്ല, അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, എൻ്റെ കൺട്രോൾ കളയാൻ വേണ്ടിയാണോ മഹതി ഇപ്പോൾ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഞാൻ ചോദിച്ചത് കേട്ട് അവൾ വായും പൊളിച്ച് എന്നെ നോക്കി. പിന്നെ എൻ്റെ നെഞ്ചിനിട്ട് ഒരു കുത്തു വന്നു. ചുമ്മാതിരിക്കും മാഷേ, വൃത്തികേട് പറയാതെ. ഇതിലെന്താ ഇത്ര വൃത്തികേട്? ദിസ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ ബേബി. അയ്യടാ, അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട്. അതുതന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇങ്ങനെ പോയാൽ കയ്യിൽ നിന്ന് പോകൂട്ടോ. ഞാനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞതും അവൾ എന്നെ രൂക്ഷമായി നോക്കി. ഞാനൊന്ന് ഇടിച്ചു കൊടുത്തു. അയ്യേ വഷളൻ, ഞാൻ ദേ ഇത് തരാൻ വന്നതാ. അതും പറഞ്ഞ് അവൾ കയ്യിലിരുന്ന ഒരു പൊതി എനിക്ക് നേരെ നീട്ടി. ഇതെന്താ? ഇതേ അമ്മ ഉണ്ടാക്കിയ ഉണ്ണിയപ്പമാണ്. നല്ല ടേസ്റ്റാണ്. അമ്മ കാണാതെ ഞാൻ മാഷിന് വേണ്ടി കൊണ്ടുവന്നതാ. കഴിച്ചു നോക്ക്. അവൾ പൊതി അഴിച്ചുകൊണ്ട് പറഞ്ഞതും ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കി. അയ്യേ, നിന്നോട് ആര് പറഞ്ഞു ഇത് നല്ല ടേസ്റ്റാണെന്ന്? ബ്ലാ, ഒന്നിനും കൊള്ളില്ല. ഞാൻ പറഞ്ഞതും പെണ്ണിൻ്റെ മുഖം കടന്നൽ കുത്തിയതുപോലെ ചേർത്തു വന്നു. ഞാൻ അത് കണ്ട് ഉള്ളിൽ ചിരിച്ചു. ദേ മാഷേ, വെറുതെ കുറ്റം പറയല്ലേ. എൻ്റെ അമ്മ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയുന്നതൊന്നുമല്ല. ദാ നീ വേണേ കഴിച്ചു നോക്ക്. ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് അവൾക്ക് നേരെ നീട്ടി. അവൾ അത് വാങ്ങി ചുണ്ടിൽ വെച്ച് കടിക്കാനൊരുങ്ങിയതും ഞൊടിയിടയിൽ ഞാൻ അതിൻ്റെ ഒരു കഷ്ണം കടിച്ചെടുത്ത് എൻ്റെ വായിലാക്കി. ഞങ്ങളുടെ രണ്ടുപേരുടെയും ചുണ്ടുകൾ തമ്മിൽ ഉരസി. പെണ്ണ് ഞെട്ടി അവളുടെ വായിരിക്കുന്ന കഷ്ണം ഒന്ന് ഇറക്കുപോലും ചെയ്യാതെ അന്തം വിട്ട് എന്നെ നോക്കി. ഇപ്പോൾ നല്ല ഉഗ്രൻ ടേസ്റ്റാണ് കേട്ടോ ദേവിക്കുട്ടിയെ. അമ്മയുടെ കൈപ്പുണ്യം സൂപ്പർ. ഞാൻ ഒളി കണ്ണാലെ അവളെ നോക്കി പറഞ്ഞു. പെണ്ണ് ഇപ്പോഴും ഫ്യൂസായ പോലെ ഇരിക്കുകയാണ്. ഇനി ഇങ്ങനെ ഇരുന്നാൽ ശരിയാകില്ല. വായും പൊളിച്ച് എൻ്റെ മടിയിൽ കിടക്കാതെ എണീറ്റ് പോടി ഗുണ്ടുമുളകെ. ഞാൻ കുറച്ച് ശബ്ദം ഉയർത്തി പറഞ്ഞതും പെണ്ണ് കിട്ടിയ ബോധം വെച്ച് ഒരു ഓട്ടമായിരുന്നു പുറത്തേക്ക്. ഞാൻ ചിരിച്ചുകൊണ്ട് വീണ്ടും ഒരു ഉണ്ണിയപ്പം എടുത്ത് കഴിച്ചു. ഹാ മാഷേ, മര്യാദയ്ക്കിരിക്കെ, ഇതൊന്ന് തീർക്കട്ടെ. നീ കുറേ നേരമായല്ലോ ആ ബുക്കും പെൻസിലും വെച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. ഇന്നെങ്കിലും എന്നെ ഒന്ന് മര്യാദയ്ക്ക് വരച്ചു തരുമോ? ഹലോ മാഷേ, വല്ലാണ്ട് അങ്ങോട്ട് കളിയാക്കല്ലേ. ഈ ചിത്രം വര എന്ന് പറയുന്നത് ചുമ്മാ തോണ്ടിക്കുറിക്കുന്നതല്ല. ഓരോ ചിത്രവും ജീവൻ തുടിക്കുന്നവയാണ്. അവിടെയാണ് ഒരു ചിത്രകാരൻ്റെ വിജയം. അതിൽ സമയമെടുക്കുക തന്നെ ചെയ്യും. ഓ ആയിക്കോട്ടെ ദേവി തമ്പുരാട്ടി, ഞാനൊന്നും പറഞ്ഞില്ല. മാഷ് അതും പറഞ്ഞ് വീണ്ടും പഴയ പൊസിഷനിലിരുന്നു. ഞാൻ അത് കണ്ട് പൊട്ടിച്ചിരിച്ച് വീണ്ടും പണി തുടങ്ങി. കഴിഞ്ഞു. ഇനി നോക്കിക്കേ. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഞാൻ മാഷിൻ്റെ ചിത്രം പൂർണ്ണമായും ആ കടലാസിലേക്ക് പകർത്തി. അതൊരു പുഞ്ചിരിയോടെ ഞാൻ മാഷിന് നേരെ നീട്ടി. ദേവിക്കുട്ടി വരച്ച ചിത്രം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എൻ്റെ പെണ്ണിന് ഇത്രയും കഴിവുണ്ടായിരുന്നോ? ശരിക്കും പെട്ടെന്ന് കാണുമ്പോൾ അതൊരു ചിത്രമാണെന്ന് പറയുകയില്ല. പക്ഷേ അതിൽ എൻ്റെ ചിത്രം മാത്രമല്ലായിരുന്നു ഉള്ളത്. എൻ്റെ ചിത്രത്തിന് സൈഡിലായി എൻ്റെ ദേവിക്കുട്ടിയും അവളെ ചേർത്ത് പിടിച്ച് പുഞ്ചിരിയോടെ നിൽക്കുന്ന ഗീതവും ഉണ്ടായിരുന്നു. ഇതെന്താ ഇത്? നിന്നോട് ഞാൻ എൻ്റെ മുഖം മാത്രമല്ലേ വരയ്ക്കാൻ പറഞ്ഞത്? അതിൽ നിങ്ങൾ രണ്ടുപേരും എന്തിനാ? ചേ, ആ ചിത്രത്തിൻ്റെ ഭംഗി കളഞ്ഞു. ഞാൻ അവളെ നോക്കി ചിരി അടുക്കി പിടിച്ച് പറഞ്ഞു. അതിന് പെണ്ണ് എൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്ന് എൻ്റെ താടി പിടിച്ച് വലിച്ചു. ഈ കോപ്പെ, എനിക്ക് നോവുന്നുണ്ട് കേട്ടോ. അതെ,
മോനെ മാഷേ, ഇത്രയും നേരം അവിടെ കുത്തിയിരുന്നപ്പോൾ ഈ രണ്ട് മോന്തല്ലായിരുന്നോ മാഷിൻ്റെ മനസ്സിൽ മുഴുവൻ? അത് ഞാൻ അങ്ങോട്ട് വരച്ചു, അത്രയേ ഉള്ളൂ. ഞാൻ അന്തം വിട്ട് അവളെ നോക്കി. അത് നിനക്കെങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലാവും. ഇവിടെ വെറുതെ ഇരിക്കുന്നതല്ലായിരുന്നോ? ആ നോട്ടം മുഴുവൻ എന്നിലായിരുന്നല്ലോ. എനിക്കറിയാം, ആ മനസ്സ് മുഴുവൻ ഞാനും ഗീതാമയും അല്ലേ. പുറമെ കണ്ടത് മാത്രമാക്കാതെ ആ മനസ്സിൽ അറയിൽ ഒളിപ്പിച്ചതുകൂടി ഞാൻ പുറത്തു കൊണ്ടുവന്നു. എപ്പടി? ദേവിക്കുട്ടി പറഞ്ഞത് കേട്ട് ഞാനൊരു നിറപുഞ്ചിരിയോടെ അവളെ എൻ്റെ നെഞ്ചോട് ചേർത്തു. എത്ര നേരം അങ്ങനെ ഇരുന്നു എന്നറിയില്ല. എടി പെണ്ണേ. ദേവി കൊച്ചേ, എന്തോ? നിനക്ക് ഞാൻ എന്താ തിരിച്ചു തരേണ്ടത് ഈ സമ്മാനത്തിന്? സമ്മാനം തരുമോ? അവൾ ആവേശത്തോട് ചോദിച്ചു. എന്താ വേണ്ടേ? വേണം വേണം, എന്നാ പറ, എന്താ വേണ്ടത്? എനിക്ക് മാഷ് അന്ന് വാങ്ങിത്തന്ന പരിപ്പൂടയില്ലേ ക്യാൻറ്റീനിൽ നിന്ന് അത് വാങ്ങിത്തരുമോ? അവൾ എളിച്ചോട് ചോദിച്ചത് കേട്ട് ഞാൻ അവളെ അടിമുടി നോക്കി. ഹോ, ഇങ്ങനെയൊരു അൺറൊമാൻറ്റിക് മൂരാച്ചി. ഞാൻ കരുതി വല്ല കിസ്സും ചോദിക്കുമെന്ന്. മാഷ് പറഞ്ഞു കേട്ട് ഞാൻ പകച്ചു പണ്ടാരടങ്ങി അങ്ങേരെ നോക്കി. അയ്യടാ, ഇപ്പോൾ കിട്ടും, നോക്കിയിരുന്നു. ചുമ്മാ ഇരുന്ന് വൃത്തിയോട് പറയാതെ എണീറ്റ് വാ മാഷേ. ഞാനതും പറഞ്ഞു എണീറ്റതും പെട്ടെന്ന് മാഷ് എൻ്റെ കൈ പിടിച്ച് വലിച്ചു. ഞാൻ കറക്റ്റായി മാഷിൻ്റെ മടിയിൽ ലാൻഡായി. ഞാൻ ഞെട്ടി പണ്ടാരടങ്ങി മാഷിനെ നോക്കി. മാഷ് പതിയെ കൈകൊണ്ട് തഴുകി. എൻ്റെ ശരീരം ഒന്ന് വിറച്ചു. ആ കൈ എൻ്റെ മുഖമാകെ ഓടി നടന്ന് അവസാനം എൻ്റെ ചുണ്ടുകളിലെത്തി നിന്നു. കൂടാതെ ആ മുഖവും എന്നിലേക്ക് അടുത്തു വന്നു. മാഷിൻ്റെ ചുടുനിശ്വാസം എൻ്റെ മുഖത്ത് തട്ടിയതും ഞാൻ വിറച്ചുകൊണ്ട് കണ്ണുകൾ ഇറുക്കിയടച്ചു. കുറച്ചു നേരമായി അനക്കൊന്നും അറിയാഞ്ഞപ്പോൾ ഞാൻ പതിയെ കണ്ണു തുറന്നു നോക്കി. അപ്പോൾ മാഷ് എന്നെ തന്നെ ഇമവെട്ടാതെ നോക്കിയിരിക്കുക. എന്താണ് ദേവിക്കുട്ടി, ആകെ വിയർത്തല്ലോ? എൻ്റെ തൊണ്ടയാണെങ്കിൽ വറ്റി വരണ്ടു. ശബ്ദമൊന്നും പുറത്തേക്ക് വരുന്നില്ല. എൻ്റെ പെണ്ണെ, ഒന്ന് ശ്വാസം വിട്. ചെറിയ ചെറിയ കുസൃതികളല്ലാതെ ഇപ്പോൾ ഞാൻ നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട്. അന്ന് മോള് ഒരുപാട് കഷ്ടപ്പെടും. എന്നെ നോക്കി സൈറ്റ് അടിച്ചുകൊണ്ട് ഒരു കള്ളച്ചിരിയുടെ പറഞ്ഞതും എനിക്ക് ഒരേ സമയം ആശ്വാസവും അന്നത്തെ കാര്യോർത്ത് വിറയിലും വന്നു. എന്താ മിണ്ടാത്തെ? എന്നോടൊന്നും പറയാനില്ലേ നിനക്ക്? എൻ്റെ ചൂണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ഞാൻ മാഷിൻ്റെ കണ്ണുകളിലേക്ക് പ്രണയാർദ്രമായി നോക്കി. ഉണ്ട്, ഒരുപാട് പറയാനുണ്ട്. ഇതിനുമെല്ലാം അപ്പുറം സ്നേഹിക്കാനുമുണ്ട്. അതെല്ലാം എൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ ഞാൻ ഭദ്രമായി പൂട്ടിവെച്ചിട്ടുണ്ട്. ഞാൻ നെയ്തുകൂട്ടിയ ഞാനും എൻ്റെ മാഷുമുള്ള സുന്ദര നിമിഷങ്ങൾ. ഞാൻ പറഞ്ഞു കേട്ട് മാഷിൻ്റെ കണ്ണുകൾ വിടർന്നു. നീർത്തിളക്കം വന്ന ആ കണ്ണുകളിൽ ഞാൻ കണ്ടു എന്നോടുള്ള അടങ്ങാത്ത പ്രണയം. നിന്നോട് ഞാനിപ്പോൾ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല ദേവിക്കുട്ടി. ലവ് യു സോ മച്ച്. ഐ കാൺ ടേക്ക് എഫേർട്ട് ടു ലോസ് യു. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതി ഞാനെന്ന് തോന്നുന്ന നിമിഷം ഞാൻ ആ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഡാ ജീവൻ, മാറ്റി കുടിച്ചത് ഇപ്പോൾ തന്നെ നീ ഓവറാണ്. ഗ്ലാസ്സിലേക്ക് മദ്യം പകർന്നുകൊണ്ടിരിക്കുന്ന ജീവനെ തടഞ്ഞുകൊണ്ട് അവൻ്റെ ഫ്രണ്ട് അനിൽ പറഞ്ഞതും ജീവൻ നുരഞ്ഞു പൊന്തിയ ദേഷ്യത്തോടെ അവൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. അപ്പോഴേക്കും ബാക്കി രണ്ട് ഫ്രണ്ട്സ് ജീവനെ തടഞ്ഞു. ജീവ, നീ എന്താടാ ഈ കാണിക്കുന്നത്? നിനക്ക് എന്താ ഭ്രാന്തായോ? യെസ്, ഐ ആം മാഡ്. അവളാണ് എൻ്റെ ഭ്രാന്ത്. ശ്രീദേവി, മൈ ക്വീൻ. അവളുടെ സൗന്ദര്യം ശരിക്കും എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട്. ജീവ, നീ ഞങ്ങൾ പറയുന്നത് കേൾക്ക്. നിനക്ക് അവളെ കിട്ടാൻ പോകുന്നില്ല. അവളും പിന്നെ ആ സിദ്ധാർത്ഥ് സാറും തമ്മിലുള്ള പ്രണയം കോളേജ് മുഴുവൻ പാട്ടാണ്. തന്നെയുമല്ല, ചുരുങ്ങിയ കാലം കൊണ്ട് സാർ ആ കോളേജിലെ പിള്ളേരുടെ പ്രിയപ്പെട്ട ആളായി മാറി. അതുകൊണ്ട് സാറിനെ വെറുപ്പിച്ച കോളേജ് മുഴുവൻ ഇളകും. അവൻ ആരായാലും എനിക്കെന്താടാ? ഏതവനായാലും എൻ്റെ മുന്നിൽ തടസ്സമായി വന്നാൽ വെട്ടി അറിയും ഞാൻ. നിങ്ങൾക്കറിയാലോ, ഞാനൊന്ന് ആഗ്രഹിച്ചാൽ അത് എൻ്റെ സ്വന്തമാക്കാൻ ഞാൻ എന്തും ചെയ്യും. എന്തും. കത്തുന്ന കണ്ണുകളാലെ ജീവൻ പറഞ്ഞു.